എൻ്റെ മാനസികാവസ്ഥയെക്കാളും അവളുടെ മാനസികാവസ്ഥയെ പറ്റി പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ നല്ലത്. എനിക്ക് ഇത് ശീലമാണ്. ഇതെന്താണ്, എൻ്റെ കൂടെ പെമ്പിളരെ കാണാൻ പാടില്ല. ഞാൻ സ്ഥിരമായിട്ട് ആൺ സുഹൃത്തിൻ്റെ കൂടെ സിനിമക്ക് പോകുന്നു, നമ്മൾ ചിലപ്പോൾ യാത്ര പോകുന്നു, ഇതൊക്കെ പോകുന്നു. നിങ്ങളെന്താ കുണ്ടെന്ന് വിളിക്കും എൻ്റെ. ഇത് നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ മുകളിലേക്ക് ഒരു സ്നേഹബന്ധം, അതൊരു കല്യാണത്തിലേക്കോ അതൊരു പ്രണയം എന്നോ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അത് വെറും ഒരു കൂട്ടിക്കെട്ടൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെ ഇപ്പൊ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് എന്നാണ്. എന്നാൽ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പുതിയ വധുവിനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉളുപ്പുണ്ടാ. ഇങ്ങനെ മോശമായിട്ട് വരുന്നത് ആദ്യമായിട്ട് ഒരാളുടെ കുടുംബം തകർക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അവൾക്ക് ഇഷ്ടമല്ലാണ്ട് അവൾ ഇട്ടിട്ട് പോയതാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോലും മടിയുള്ള ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യുന്ന വിചാരിക്കും. നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആയത് ഇവള് കാരണമാണെന്ന് പറയുന്നത് എങ്ങനെയാ? 3 വർഷം മുമ്പേ ഡിവോഴ്സ് ആയ ആളാണ് ഞാൻ. അല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ്, ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ മുഞ്ചി തെറ്റി വീട്ടിലിരിക്കുന്നതാണോ? അതുപോലെ എന്നാ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക. മണിമുത്ത് എന്ന് പറയുന്ന ഞാൻ മനോരമ ചെയ്തിരുന്ന സീരിയലിൽ എൻ്റെ പേരായിട്ട് ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചീത്തപ്പേര് കാരണം ക്യാരക്ടർ ഒഴിവാക്കിയവളാണ് ഇവൾ. ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു 2 വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഫുൾ നെഗറ്റീവാണ്, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരു വലിയ ബാഡ് ഹാബിറ്റ്, ഐ മീൻ ഇത് തന്നെ ജോണ്ടടി ഞാൻ പഠിക്കുമായിരുന്നു. സിന്തറ്റിക് ഡ്രഗ്, ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും മോചനം വന്നത് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷം. പൂർണ്ണമായും നിർത്തിയിട്ട് 5 മാസത്തോളാണ്. എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല, നിങ്ങളൊരു 3rd സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. പാർട്ണറെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഒരു വൈഫിനെ കൊണ്ട് പറ്റും. പച്ചമലയാളത്തിൽ മായും കായും പൂയും തായും ചേർത്ത് വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എൻ്റെ ഒരു വിഷയമായെങ്കിൽ ഞാൻ വിടും. ആ പാവം പെണ്ണിനെ എന്തിനാണ് തെറി വിളിക്കുന്നത്? ജിഷിൻ്റെ ഏറ്റവും പുതിയ അഭിമുഖമാണത് ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകളിൽ പറയുന്നത്. അത് ജിഷിൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനും അമ്മയും ചിലപ്പോൾ പ്രണയിക്കാം, ചിലപ്പോൾ വിവാഹിതരാകാം എന്നത് തന്നെയാണ്. അതായത് ജിഷിൻ ഒരു സൂചന നൽകുന്നു. ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും റീലുകൾക്കും അപ്പുറം ഒരു അഭിമുഖത്തിൽ ജിഷിൻ ഒരു സൂചന നൽകുന്നത് ഇതാദ്യമായിട്ടാണ്. ജിഷിൻ 3 വർഷം മുമ്പാണ് വരദയുമായി വിവാഹമോചിതനായത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ഇപ്പോൾ ജിഷിനാണ്. അമ്മയുമായി ജിഷിന് എന്താണ് ബന്ധം എന്നത് സംബന്ധിച്ചാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച. അതിന് വഴിതെളിയിച്ചതും ജിഷിൻ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ജിഷിൻ്റെ ഓരോ പോസ്റ്റുകളും റീലുകളും തന്നെയാണ് ഇതിനെല്ലാം കാരണമായി മാറുന്നതും. അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും മാറിയത് എന്നൊക്കെ ജിഷിൻ പറഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ജിഷിൻ തന്നെ അത് പുറത്ത് പറയുകയാണ്. പ്രത്യേകിച്ച് ജിഷിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമായിട്ടൊരു കാര്യവും കൂടിയാണ്. കാരണം ജിഷിന് 3 കൊല്ലം മുമ്പ് വിവാഹമോചിതനായതുകൊണ്ട് തന്നെ തനിക്ക് വീണ്ടും പ്രണയിക്കാൻ സാധിക്കില്ല എന്നുള്ള സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾക്കെതിരെയാണ് ജിഷിൻ പ്രതികരിക്കുന്നത്. പക്ഷേ ജിഷിൻ കിടന്ന് ആടുകയാണ്. ജിഷിൻ തന്നെ ഒരു കൃത്യമായ നിലപാട് ഈ അഭിമുഖത്തിൽ പറയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ വിവാഹിതരാകാം, ചിലപ്പോൾ പ്രണയിക്കാം എന്നാണ് ജിഷിൻ പറയുന്നത്. എന്നാൽ നിലവിൽ എന്താണ് എന്നത് സംബന്ധിച്ച് ജിഷിൻ ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടുമില്ല. താൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണെന്നും അതെല്ലാം മാറിയത് അമയ തൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണെന്നും ജിഷിൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്രമാത്രം സ്ഥാനം കൊടുക്കാൻ അമയ ആരാണ് എന്നുള്ള ചോദ്യത്തിനും കൂടി ജിഷിൻ മറുപടി പറയേണ്ടി വരും. മാത്രമല്ല തംബ്നെയിലുകളും തലക്കെട്ടുകളും ഒക്കെ കണ്ട് എന്തിനാണ് തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ജിഷിൻ ചോദിക്കുമ്പോൾ അതിന് വഴിതെളിയിച്ചത് ജിഷിനാണ് എന്നതും കൂടി നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ തന്നെ ജിഷിനെതിരെ തന്നെ ഉയരുന്നുമുണ്ട്. അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ജിഷിൻ ക്ലിയർ ചെയ്തേ മതിയാവും.